സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന് എന്നിന് 1 2 3 കൊടുത്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അവിടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജനറൽ സൊല്യൂഷൻ മാത്രം. സോൾവ് എന്ന് പറഞ്ഞേ ചോദിക്കുള്ളൂ, അല്ലെ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എടുത്ത് പറഞ്ഞാൽ മാത്രം അത് കണ്ടുപിടിച്ചാൽ മതി. വെറുതെ സോൾവ് എന്നോ ജനറൽ സൊല്യൂഷൻ എന്നോ പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ മാത്രം കണ്ടാൽ മതി. അത്രയും ചെയ്യാൻ നമുക്ക് എളുപ്പം. പിന്നെ എന്നിന് വാല്യൂ ഇട്ട് കൊടുത്തല്ലേ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒരു വാക്ക് കണ്ടാൽ മാത്രം അത് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുകയോ വേണ്ട, ജനറൽ സൊല്യൂഷൻ എഴുതി നിങ്ങൾക്ക് നിർത്താം. സോൾവ് എന്ന് പറഞ്ഞ ജനറൽ സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോൾവ് അല്ലെ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ മാത്രം കണ്ടാൽ മതി. അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് cos 4x = cos 2x. cos 4x = cos 2x. ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ജനറൽ സൊല്യൂഷൻ മാത്രം മതി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകാം, ഇത് ഫോം cos x = cos y ഫോമിലാന്ന് തോന്നും. cos x = cos y ഫോമില കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷേ ശ്രദ്ധിക്കണം, cos x = cos y എന്ന് എഴുതുമ്പോൾ y എന്ന് പറഞ്ഞാൽ 2x വരും. y ഒരിക്കലും x വേരിയബിൾ ആയിട്ട് വരരുത്. അതൊരു കോൺസ്റ്റന്റ് ഫിക്സഡ് ആംഗിൾ ആയിരിക്കണം. y എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആംഗിൾ π/3 അല്ലെ π/6 അല്ലെ π/4 അങ്ങനെ ഒരു ആംഗിൾ ആയിട്ട് തന്നെ വരണം y. അല്ലാതെ വന്നാൽ അത് cos x = cos y അല്ല. cos x എന്ന് പറഞ്ഞാൽ x മാത്രം വേരിയബിൾ, y കോൺസ്റ്റന്റ്, y ഒരു ഫിക്സഡ് ആംഗിൾ ആയിരിക്കണം. അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ cos x = cos y പോലെയൊക്കെ തോന്നും. പക്ഷെ അല്ല, ശ്രദ്ധിക്കണം, y എന്ന് പറഞ്ഞൊരു ആംഗിൾ ഫിക്സഡ് ആംഗിൾ ആയിട്ട് വരണം. അങ്ങനെ വന്നാലും ഓക്കെ, ഇവിടെ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ ഇതിനെ മറ്റു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. cos x = cos 2x അല്ലേ, cos 4x = cos 2x. ഇപ്പൊ നമ്മൾ ഇനി ഇതിനെ നമ്മൾ പഠിച്ച രീതിയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പോവാം. അതിനാദ്യം ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിലൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. cos 4x cos 2x ഇപ്പുറം വരുമ്പോഴത്തേക്ക് എങ്ങനെയാകും? മൈനസ് ആകും. മൈനസ് cos 2x = 0. ഇതിപ്പോ നോക്കാം, cos x മൈനസ് cos y ഫോമിലല്ലേ ലെഫ്റ്റ് സൈഡ്. cos x മൈനസ് cos y ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? -2 sin of x plus y/2 into sin of x minus y/2. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റണം. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ മാറ്റണം. cos x minus cos y ഫോമിലാണ്. ഇവിടെ y എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആംഗിൾ നോക്കാം. ഇത് നമ്മുടെ വേറെ ഇക്വേഷൻ. ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അത് വെച്ച് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ -2 sin of x-ന് പകരം 4x plus y-ക്ക് പകരം 2x/2 into sin of 4x minus 2x/2. ലെഫ്റ്റ് സൈഡ് ആണ് cos 4x minus cos 2x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഈക്വൽ ടു റൈറ്റ് സൈഡ് എഴുതണം, ഈക്വൽ ടു 0. ലെഫ്റ്റ് സൈഡ് മാത്രമാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. cos 4x minus cos 2x സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി ഈക്വൽ ടു 0 ഉള്ള അതേപടി ഈക്വൽ ടു 0. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് -2 sin 4x plus 2x നമ്മൾ ഒത്തിരി ചെയ്ത 6x/2 കൂടെ ഉണ്ട്, 3x വരും. ഇൻറ്റു sin 4x minus 2x വെച്ചാൽ 2x/2 കൂടെ ഉണ്ട്, അപ്പോൾ x വരും, ഈക്വൽ ടു 0. നോക്കാം, -2 into sin 3x into sin x = 0. അപ്പം -2 into sin 3x into sin x = 0. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ 3 into 4 എപ്പോഴേലും 0 ആവുമോ? 3 into 4 നമുക്കറിയാം 12 ആണ്. അപ്പോൾ രണ്ട് നമ്പർ a into b 0 ആവണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് 0 ആകാതെ പ്രോഡക്റ്റ് ഒരിക്കലും 0 ആകത്തില്ല. a into b 0 നമ്മൾ പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഉറപ്പായിട്ടും a 0 ആയിരിക്കണം, ഓർ അല്ലെങ്കിൽ b 0 ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആകാതെ പ്രോഡക്റ്റ് ഒരിക്കലും 0 വരികയില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, ഏത് വേണമെങ്കിലും നോക്കൂ. രണ്ടോ മൂന്നോ എത്ര വേണേലും വരാം. പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് 0 ആയേ പറ്റുള്ളൂ. അപ്പം പോസിബിലിറ്റീസ് ഉണ്ട്. a 0 ആകാം, അതൊരു പോസിബിലിറ്റിയാ. b 0 ആകാം, അതും പോസിബിലിറ്റിയാ. അപ്പം നമ്മളത് ആ പോസിബിലിറ്റി വെച്ച് ഇവിടെ എഴുതുന്നു. ഈ പ്രോഡക്റ്റ് 0 ആണ്, ഒന്നെങ്കിൽ -2 0 ആണ്. -2 0 അല്ല, നമുക്കറിയാം. -2 എന്ന് പറഞ്ഞാൽ -2 ആ, അതൊരിക്കലും 0 ആകത്തില്ല. അപ്പൊ ഇത് നമ്മൾ നോക്കണ്ട. അപ്പൊ അടുത്ത പോസിബിലിറ്റി sin 3x വേണേ 0 ആകാം, ഓ sin x വേണേ 0 ആകാം. ഇതിലേത് വേണേലും 0 ആകാം. അപ്പൊ ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ sin 3x 0 ആയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ sin x 0 ആയേ പറ്റുള്ളൂ. ഇതിൽ ഏതെടുത്താലും നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമ്മൾ ഇത് രണ്ടും എടുത്ത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പോകും. ആദ്യം നമ്മൾ കൺസിഡർ ഇത് രണ്ടും പോസിബിലിറ്റി കേട്ടോ, രണ്ടും പോസിബിലിറ്റി. അപ്പൊ നമ്മൾ ആദ്യം ഇത് രണ്ടും എടുക്കണം. നമ്മൾ കൺസിഡർ sin 3x = 0. sin 3x നമ്മൾ എടുക്കുന്നു.
നോക്കുക, നമ്മൾ പഠിച്ച 5 ഇക്വേഷൻ ഏതെങ്കിലും ഫോമിലാണോ? sin x equal to 0 ഫോമിലല്ലേ കിടക്കുന്നത്. എക്സിന് വരും 3x ആണ്, അത് കുഴപ്പമില്ല. അപ്പം ദിസ് ഈസ് ഓഫ് ദ ഫോം sin x equal to 0 ഫോമിലാണ്. ഒരു വ്യത്യാസമുണ്ട്, എക്സ് മാറി 3x വരണം. എക്സിന്റെ സ്ഥാനത്ത് 3x ആണ്. sin x equal to 0 ഫോമിൽ തന്നെ ഇത് കിടക്കുന്നത്. എക്സിന് വരും 3x വന്നു എന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല. എക്സിന്റെ സ്ഥാനത്ത് 3x 5x അതൊക്കെ എന്ത് വേണേലും വരാം. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ഇടാം. സൊല്യൂഷൻ ഈസ്, ആ കേസിനെ സൊല്യൂഷൻ എന്ന് പറയുന്നത് sin x equal to 0 വരുമ്പോൾ സൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. x is equal to n pi. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, x അല്ല 3x ആണ്. x അല്ല 3x ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ sin x equal to 0 യുടെ സൊല്യൂഷൻ x is equal to n pi. അപ്പോൾ നമ്മൾ x നെ മാറ്റി എന്താക്കണം? 3x ആക്കിയേ പറ്റുള്ളൂ, കാരണം ഇവിടെ x ന്റെ സ്ഥാനത്ത് 3x ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നു 3x equal to n pi. n belongs to z, നമ്മളെല്ലാം ഉള്ളതാ. 3x equal to n pi ഉണ്ട്. നമുക്ക് x ന്റെ വാല്യൂ മതി. അപ്പോൾ ഇതിന് x കാണുന്നു. therefore x is equal to 3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മതി. n pi by 3. n belongs to z. ഇതൊരു പോസിബിലിറ്റിയാണ്, ഒരു സെറ്റ് സൊല്യൂഷനാണ്. ഇത് ഈ x is equal to n by 3 വന്ന് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടി, x is equal to n by 3. നമ്മൾ sin 3x equal to 0 എടുത്തു. sin 3x equal to 0 എടുത്താൽ ഓക്കെ ആണ്, സൊല്യൂഷനാണ്. അതുപോലെ തന്നെ sin x equal to 0 എടുത്താലും വേറൊരു സെറ്റ് കിട്ടും. ഇതിൽ ഏത് വന്നാലും സൊല്യൂഷനാണ്. അപ്പോൾ sin 3x 0 വന്നപ്പോൾ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോണ. ഇതെന്ന് പറഞ്ഞാൽ sin x equal to 0 ഫോമിലാണ്. ഒരു വ്യത്യാസം, x ന് വരെ 3x എഴുതണം, അത്രയേ ഉള്ളൂ. sin x equal to 0 യുടെ സൊല്യൂഷൻ നമുക്കറിയാം, x is equal to n pi. അവിടെ ശ്രദ്ധിക്കണം, x മാറ്റി 3x എഴുതിക്കോണം, കാരണം നമ്മുടെ ഇതിനകത്ത് 3x ആവുന്നത്. അപ്പം 3x equal to n pi അടുത്ത സ്റ്റെപ്പിൽ എഴുതി, അതിൽ നിന്ന് x കണ്ടുപിടിച്ചു. നമുക്ക് എപ്പോഴും x ന്റെ വാല്യൂ വേണ്ടത്. x ന്റെ വാല്യൂ കണ്ടുപിടിച്ച് n pi by 3 വന്നു. ഇതൊരു സെറ്റ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഇത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ, ഈ sin 3x equal to 0 കൺസിഡർ ചെയ്തു. ഇതുകൂടെ കൺസിഡർ ചെയ്യാം. അടുത്ത എടുക്കുക, കൺസിഡർ sin x equal to 0. ഇത് ഡയറക്റ്റ് ഫോമാണ്, പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല. സൊല്യൂഷൻ ഈസ്, ഈ കേസിൽ സൊല്യൂഷൻ നമുക്ക് നേരിട്ട് എഴുതാം. സൊല്യൂഷൻ ഈസ് x is equal to n pi, n belongs to z. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഫോമാണ്. അപ്പം ഇതിൽ ഏത് വന്നാലും sin 3x 0 വന്നാലും ഓക്കെയാണ്, sin x equal to 0 വന്നാലും ഓക്കെയാണ്. അതുകൊണ്ട് sin 3x ന്റെ സൊല്യൂഷനും sin x ന്റെ സൊല്യൂഷനും ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. ജനറൽ സൊല്യൂഷൻ ഈസ് x is equal to n pi by 3 or x is equal to n pi. അത് ഒരുമിച്ച് കൂട്ടി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളിത് വിശദമായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ടല്ലോ, മിക്സ് ചെയ്ത് ഒരുമിച്ച് എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ജനറൽ സൊല്യൂഷൻ ഈസ് x is equal to n pi by 3 ഒരെണ്ണം കിട്ടി, or x is equal to n pi. അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ട്, രണ്ട് സെറ്റും സെപ്പറേറ്റ് എടുത്ത് കണ്ടുപിടിക്കണം. അത് രണ്ടും വന്നാലും നമ്മുടെ സൊല്യൂഷൻ ആണ്. ഇങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ ചോദിക്കത്തില്ല, അത് ബുദ്ധിമുട്ടാണ്, പറ്റത്തുമില്ല. അപ്പം ജനറൽ സൊല്യൂഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പം അത് ക്ലിയർ ആയോ? ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos 3x plus cos x minus cos 2x equal to 0 ആണ്. cos 3x plus cos x minus cos 2x equal to 0. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3 എണ്ണം വന്നിരിക്കുന്നു. 3 എണ്ണം വരുമ്പം 2 എണ്ണം എടുത്തു cos x plus cos x plus cos y cos x minus cos y ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3x ഉം x ഉം 2x ഉം ആണ്. 2 എണ്ണം കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ കുറച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ മൂന്നാമത്തെ കിട്ടണം. ഇത് രണ്ടും എടുക്കുക, 3x plus x 4x by 2 എടുക്കുമ്പോൾ 2x കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, 3x ഉം x ഉം കൂടെ കൂട്ടുമ്പോൾ 4x വരും, by 2 എടുക്കുമ്പോൾ 2x കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യുക, ഇതിനെ മാറ്റി ഇടുക. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണേ. cos 3x ഉം cos x ഉം കൂടെ ഒരുമിച്ച് എഴുതി, ഒരു ബ്രാക്കറ്റിൽ എഴുതി, മൈനസ് cos 2x ആണ് മാറി കിടന്നുണ്ട്, ഈക്വൽ ടു 0. അത് അതേപടി തന്നെ എഴുതിപ്പോൾ ഈക്വൽ ടു 0. ഇവിടെ cos x plus cos y യുടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. cos x plus cos y നമുക്കറിയാലോ, 2 cos of x plus y by 2 into cos of x minus y by 2. അത് ഇവിടെ കൊടുക്കുന്നു. 2 cos of 3x plus x by 2 into cos of 3x minus x by 2. അതാണ് ഇതിന്റെ ആൻസർ. മൈനസ് cos 2x നമ്മൾ മാറ്റി ഇടുന്നു, ഈക്വൽ ടു 0 അവിടെ ഉണ്ട്, അവിടെ ഉള്ളതൊക്കെ അതേപടി ഇടുക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. 2 cos of 3x plus x ന് 4x by 2 എന്ന് പറയുമ്പോൾ 2x. 2 cos 2x into cos 3x minus x എന്ന് പറഞ്ഞാൽ 2x. 2x by 2 എന്ന് പറയുമ്പോൾ x വരും, cos x വരും. മൈനസ് cos 2x equal to 0.
നമ്മളിതിനെ പ്രോഡക്റ്റ് ആക്കാൻ പോവാം. പ്രോഡക്റ്റ് ആക്കാനായിട്ട് cos 2x കോമൺ അല്ലേ, cos 2x കോമൺ എടുക്കുന്നു. cos 2x ഇൻറ്റു ഇവിടെ പിന്നെ 2 മിച്ചമുണ്ട്, cos x മിച്ചമുണ്ട്, മൈനസ് ഇവിടെ cos 2x വെളിയിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ മിച്ചം 1 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് a ഇൻറ്റു ബി ഈക്വൽ ടു 0 ഫോമിൽ വന്നില്ലേ. a ഇൻറ്റു ബി ഈക്വൽ ടു 0 പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ a 0 ആയിരിക്കണം, അല്ലെങ്കിൽ b എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളാണ് കേട്ടോ, അത് ഫുള്ള് വരും, അത് ഫുള്ള് 0. അപ്പം നമുക്കിവിടെ രണ്ട് പോസിബിലിറ്റികൾ. ഇത് ഇൻറ്റു പ്രോഡക്റ്റ് ഇങ്ങനെയല്ലേ, ഒരെണ്ണം cos 2x, അടുത്ത പ്രോഡക്റ്റ് 2 cos x മൈനസ് ഉണ്ട്, അത് ഫുള്ള് വരും. ഒന്നെങ്കിൽ cos 2x 0 വരണം, ഓ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 cos x മൈനസ് 1 ഫുള്ളായിട്ട് 0 വരണം. ഇങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട്. പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് 0 ആയേ പറ്റുള്ളൂ. പ്രോഡക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. പ്രോഡക്റ്റ് ആക്കാനായിട്ടാണ് നമ്മൾ സമ്മിനെ പ്രോഡക്റ്റ് ആക്കുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി, അപ്പം പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് വന്നു. പ്രോഡക്റ്റ് 0 വന്നാൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ cos 2x 0 വരും, അല്ലെങ്കിൽ 2 cos x മൈനസ് 1 0 വരും. ഇനി നമുക്ക് ഇത് രണ്ടും നമ്മുടെ ഓപ്ഷനാണ്. നമ്മൾ ആദ്യം ഇത് രണ്ടും ഓരോന്നും എടുത്ത് നമ്മൾ സോൾവ് ചെയ്യണം. കൺസിഡർ cos 2x ഈക്വൽ ടു 0. ആദ്യത്തേത് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് നമുക്കറിയാം cos x ഈക്വൽ ടു 0 ഫോമിൽ എക്സിന് പകരം 2x വന്നേ ഉള്ളൂ. ദിസ് ഈസ് ഓഫ് ദ ഫോം cos x ഈക്വൽ ടു 0. ദിസ് ഈസ് ഓഫ് ദ ഫോം cos x ഈക്വൽ ടു 0. ശ്രദ്ധിക്കണം, x മാറി 2x വരണം. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ x അല്ല 2x ആ. cos x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x നെ മാറ്റി പിന്നെ 2x ആക്കിക്കോണം. ആ കേസിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് cos x ഈക്വൽ ടു 0 യുടെ സൊല്യൂഷൻ ഓർക്കുന്നുണ്ടല്ലോ, x is equal to 2n plus 1 into pi by 2. ശ്രദ്ധിക്കണം, x അല്ല 2x ആണ് വരേണ്ടത്, x മാറി 2x വരണം. അപ്പോൾ നമ്മളുടെ x ന് വരെ അടുത്ത സ്റ്റെപ്പ് 2x കൊടുക്കുക. therefore 2x equal to 2n plus 1 into pi by 2. n belongs to z. ഇനി നമുക്കിവിടെ 2 വേണ്ട, 2 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. 2 നെ റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഇവിടെ താഴെ ഒരു 2 കൂടെ വരുമ്പോൾ അത് 4 ആയിക്കോളും. therefore x is equal to 2n plus 1 into pi by 2 എന്നുള്ള pi by 4 വരും. 2 താഴേക്ക് വരുമ്പോൾ 2 into 2 4 വരും. n belongs to z. ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടി. ആദ്യത്തെ കേസിൽ cos 2x 0 എടുത്തപ്പോൾ നമുക്ക് x 2n plus 1 into pi by 4 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? പ്രോഡക്റ്റ് 0 ആക്കിയപ്പോൾ ഓരോന്നും 0 വരും. ഇതിലേത് 0 വന്നാലും നമ്മുടെ സൊല്യൂഷനാണ്. അപ്പോൾ ആദ്യം cos 2x 0 കൺസിഡർ ചെയ്തു. അത് cos x 0 ഫോമിലാണ്, x മാറി 2x എഴുതിക്കോണം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ സൊല്യൂഷൻ എഴുതി, അടുത്ത സ്റ്റെപ്പിൽ ഈ എക്സിന് പകരം 2x എഴുതി 2n plus 1 into pi by 2. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആകും. അപ്പം ഇവിടെ തന്നെ താഴത്തെ 2 വരുമ്പോൾ 2 into 2 4 വരും. 2n plus 1 into pi by 4. n belongs to z. ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടി. ഇനി അതുപോലെ അടുത്ത സെറ്റ് സൊല്യൂഷൻ 2 cos x minus 1 equal to 0 കൺസിഡർ ചെയ്യാൻ പോവാം. കൺസിഡർ 2 cos x minus 1 equal to 0. അടുത്ത സെറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റാണല്ലോ ഉള്ളത്. ആദ്യത്തെ സെറ്റ് എടുത്തപ്പോൾ ഈ സൊല്യൂഷൻ കിട്ടി. അടുത്ത സെറ്റ് എടുത്ത് ഇതുപോലെ സോൾവ് ചെയ്യാൻ പോവാണ്. 2 cos x equal to മൈനസ് 1 അത്രയും കൊണ്ടുപോവാം, പ്ലസ് 1. അപ്പം cos x equal to 1/2. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആ ഫോമിൽ വന്നു. cos x equal to 1/2. ഇനി നമുക്കറിയാം കോസിന്റെ ആംഗിൾ cos pi by 6 ആണ് 1/2. കഴിഞ്ഞ ക്ലാസ്സിൽ 3-4 ചെയ്തല്ലേ. അപ്പോൾ 1/2 ന് വരെ cos pi by 6 കൊടുക്കുന്നു. cos x equal to cos pi by 6 ആ ഫോമിൽ വന്നു. നമുക്കറിയാം ദിസ് ഈസ് ഓഫ് ദ ഫോം cos x equal to cos y. y എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആംഗിൾ pi by 6 വന്നു. അപ്പോൾ സൊല്യൂഷൻ ഈസ് x is equal to 2n pi plus or minus y. y എന്ന് പറഞ്ഞാൽ pi by 6 വരും. നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ x തന്നെയാണ് 2x ഒന്നുമല്ല, അപ്പം പ്രശ്നമൊന്നുമില്ല. x is equal to 2n pi. നമ്മുടെ cos x ന്റെ cos y യുടെ സൊല്യൂഷൻ ഓർക്കുന്നുണ്ടല്ലോ, x is equal to 2n pi plus or minus y. ഇനി y ക്ക് വരെ pi by 6 കൊടുത്താൽ മതി, plus or minus pi by 6. n belongs to z. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് സൊല്യൂഷൻ കിട്ടി നമുക്ക്. മനസ്സിലായോ? അതായത് 2 cos x minus 1 equal to 0 ആണ് രണ്ടാമത്തെ കേസ്. അവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ കാണാൻ പോവാം. അതിനായിട്ട് ആദ്യം -1 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ +1 ആയി. ഇനി 2 നെ കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയപ്പോൾ cos x 1/2 വന്നു. ഇനി 1/2 ന് വരെ cos pi by 6 കൊടുത്തു. ഈ വാല്യൂ പഠിച്ചു വെക്കണം. cos pi by 6 ആണ് 1/2. cos x cos pi by 6 എന്ന് വന്നു. അത് cos x cos y ഫോമിലാണ്. y എന്ന് പറയുന്നത് pi by 6 ആണ്. അപ്പോൾ സൊല്യൂഷൻ നമുക്കറിയാം. x 2n by plus or minus y ആണ്. y pi by 6 ആണ്. x 2n by plus or minus y ക്ക് പകരം pi by 6.
ക്ലിയർ ആയോ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസും ആകാം ഈ കേസും ആകാം, വേണം ഒരുമിച്ച് എഴുതാം. സൊല്യൂഷൻ ഈസ് x is equal to 2n plus 1 into pi by 4 or x is equal to 2n plus 1 2n by plus or minus pi by 6. ഇതിൽ ഏത് വന്നാലും നമ്മുടെ സൊല്യൂഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ sin 2x plus cos x equal to 0. sin 2x plus cos x equal to 0. ഇതുപോലെ തന്നെ cos x equal to 0. അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ ഓരോന്നും 0 എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്ലസ് ആയിട്ട് കിടന്നാൽ 0 എടുക്കാൻ പറ്റില്ല, നമ്മൾ പ്രോഡക്റ്റ് ആക്കുന്നു. അപ്പോൾ അതിന് നമുക്കറിയാം sin 2x വാല്യൂ അറിയാം. sin 2x ഇക്വേഷൻസ് പഠിക്കണം. 2 sin x into cos x ആണ്. sin 2x പകരം 2 sin x into cos x കൊടുക്കുന്നു. അപ്പോൾ 2 sin x into cos x plus cos x equal to 0. sin 2x സ്ഥാനത്ത് 2 sin x cos x കൊടുത്തു, പ്ലസ് അതേപടി cos x അതേപടി equal to 0 അതേപടി. ഇനി പ്രോഡക്റ്റ് ആക്കാം. ഇതുണ്ട് cos x കോമൺ അല്ലേ, cos x കോമൺ ഉണ്ട്, cos x into ബാക്കി ഇവിടെ 2 cos x sin x മിച്ചമുണ്ട്, 2 sin x ഇവിടെ മിച്ചമുണ്ട്, പ്ലസ് cos x ന്ന് cos x എടുത്താൽ 1 മിച്ചമുണ്ട്, equal to 0. കണ്ടോ, പ്രോഡക്റ്റ് ആയി. അപ്പോൾ ഓരോന്നും 0 എടുക്കാം. cos x equal to 0 or 2 sin x plus 1 equal to 0. ഇത് രണ്ടും കേസാണ്. ഓരോ കേസും എടുത്ത് ചെയ്യണം. ആദ്യം കൺസിഡർ cos x equal to 0. cos x equal to 0 എടുത്തു. അത് ഡയറക്റ്റ് ഫോമാണ്. cos x equal to 0 ഡയറക്റ്റ് ആണല്ലോ. സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാം. സൊല്യൂഷൻ ഈസ് x is equal to 2n plus 1 into pi by 2. പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട, n belongs to z. ഒരു സൊല്യൂഷൻ കിട്ടി, ഡയറക്റ്റ്. cos x equal to 0 x തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. cos x equal to 0 യുടെ സൊല്യൂഷൻ നമുക്കറിയാം. x is equal to 2n plus 1 into pi by 2. n belongs to z. അയ്യോ, pi by 2 അല്ലേ, pi by 2. x is equal to 2n plus 1 into pi by 2. n belongs to z. അതാണ് ഫസ്റ്റ് സെറ്റ് സൊല്യൂഷൻ. ഇതെടുത്തു. ഇനി അതുപോലെ ഇത് ചെയ്യാം. 2 sin x plus 1. അത് അത്ര എളുപ്പമല്ല, എളുപ്പം നമുക്ക് ചെയ്യാം. കൺസിഡർ, ഇപ്പം ചെയ്തൊരു എളുപ്പമല്ല. 2 sin x plus 1 equal to 0. ഇതെടുത്തു. നമ്മൾ sin x ഇപ്പം നമുക്ക് ആദ്യം പ്ലസ് 1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. 2 sin x equal to പ്ലസ് 1 അപ്പുറം മൈനസ് 1 ആവും. ഇനി 2 കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. sin x മാത്രം അല്ലെ cos x മാത്രം ആക്കണം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ sin x മാത്രം ആക്കാം. അപ്പോൾ sin x equal to minus 1/2. കണ്ടോ, ഇനി ഇപ്പോൾ ആംഗിളിലേക്ക് മാറ്റണം. അപ്പോൾ sin pi by 6 ആണ് 1/2. sin pi by 6 ആണ് 1/2. അപ്പോൾ ഈ 1/2 വരെ sin pi by 6 എന്ന് കൊടുക്കുന്നു. sin x equal to minus sin pi by 6. ഇനി മൈനസ് അകത്തേക്ക് ഇടാം നമുക്ക്. സൈനിന്റെ അകത്ത് sin minus x എന്ന് വെച്ചാൽ മൈനസ് sin x ആണല്ലോ. മൈനസ് അകത്തുണ്ട്, വെളിയിലൂടെ അകത്തു വിടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റുന്നു. sin x equal to sin minus pi by 6 ഇങ്ങനെ മാറ്റുന്നു. അപ്പോൾ നമുക്ക് sin x equal to sin y ഫോമിൽ വന്നല്ലോ. sin x equal to sin y ഫോമിലാണ്. sin y ഫോം ഈ ഫോമിൽ വന്നു. y എന്ന് പറയുന്നത് y-യുടെ സ്ഥാനത്ത് നോക്കാം മൈനസ് pi by 6 ആണ്. മൈനസ് pi by 6. y-യുടെ സ്ഥാനത്ത് മൈനസ് pi by 6 ആണ് വന്നേക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ sin x equal to sin y യുടെ സൊല്യൂഷൻ ഈസ് x is equal to n pi plus minus 1 raised to n into y അല്ലേ. n pi plus minus 1 raised to n into y അല്ലേ sin x equal to sin y യുടെ സൊല്യൂഷൻ. That is x is equal to n pi plus minus 1 raised to n into y ക്ക് പകരം minus pi by 6 കൊടുത്തു. ഈ മൈനസ് വരെ നമുക്ക് നടുക്കിടാം, കിട്ടില്ലാലും കുഴപ്പമില്ല കേട്ടോ. n pi minus 1 raised to n into pi by 6. ഈ സ്റ്റെപ്പ് എഴുതാൻ നിർബന്ധമില്ല, ഇവിടെ കൊണ്ട് വേണമെങ്കിലും നിർത്താം, കുഴപ്പമൊന്നുമില്ല. n belongs to z. അപ്പം രണ്ട് സെറ്റ് സൊല്യൂഷനുമായി. ആദ്യത്തെ സെറ്റ് സൊല്യൂഷൻ x is equal to 2n plus 1 into pi by 2. രണ്ടാമത്തെ സെറ്റ് സൊല്യൂഷൻ x is equal to n pi minus 1 raised to n into pi by 6. വേണമെങ്കിൽ അത് ഒരുമിച്ച് എഴുതാൻ നിർബന്ധമില്ല, ഒരുമിച്ച് എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യുക. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണം ചെയ്യാൻ പഠിച്ചാൽ മതിയല്ലോ. ക്ലിയർ ആയല്ലോ? അതുപോലെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ക്വസ്റ്റ്യൻ sin x plus sin 3x plus sin 5x നിങ്ങളുടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് വേണം ചെയ്തേക്കാം.
sin 3x plus sin 5x. Sin x plus sin 3x plus sin 5x equal to 0. ശ്രദ്ധിക്കണം, x 3x 5x ഏതൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് നോക്കുക. കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴോ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴോ ഇത് രണ്ടും കൂടി എടുക്കണ്ടേ. എക്സും 5x ആഡ് ചെയ്യുമ്പോൾ 6x വരും, ബൈ 2 എടുക്കുമ്പോൾ 3x വരും. അപ്പോൾ എക്സും 5x കൂടെ ഒരുമിച്ച് എഴുതണം. 3x മാറ്റി എഴുതുക. എഴുതുമ്പോൾ വലുത് ആദ്യം എഴുതാൻ ശ്രദ്ധിച്ചോണേ. നമുക്ക് sin 5x ആദ്യം എഴുതാം. sin 5x പ്ലസ് sin x രണ്ടാമത് എഴുതാം. ഇത് ബ്രാക്കറ്റിൽ എഴുതാം. പ്ലസ് sin 3x മാറ്റിയിട്ട് ഈക്വൽ ടു 0. ഇത് നമ്മൾ sin x പ്ലസ് sin y യുടെ ഇക്വേഷൻ, sin x പ്ലസ് sin y അല്ലേ, അതിന്റെ ഇക്വേഷൻ കൊടുക്കുന്നു. അപ്പോൾ sin x പ്ലസ് sin y യുടെ ഇക്വേഷൻ 2 sin of x plus y 5x plus x by 2 into cos അടുത്ത് cos of 5x minus x by 2. ഇതിന്റെ ആൻസർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി പ്ലസ് sin 3x മാറ്റി എഴുതുന്നു. sin 3x equal to 0. ഇനി 5x plus x എന്ന് പറയുമ്പോൾ 6x by 2 എന്ന് പറയുമ്പോൾ 3x വരും. 2 sin 3x into cos 2x വരും. പ്ലസ് sin 3x equal to 0. sin 3x കോമൺ അല്ലേ, കോമൺ എടുക്കുക. sin 3x into മിച്ചം 2 ഉണ്ട്, cos 2x ഉണ്ട്. 2 cos 2x plus 1 equal to 0. ഇനി ഓരോന്നും ഈക്വൽ ടു 0 എഴുതാം. sin 3x equal to 0 or 2 cos 2x plus 1 equal to 0. ഇതാണ് രണ്ട് ഓപ്ഷൻസ്. ഇനി ഓരോന്നും എടുത്ത് സോൾവ് ചെയ്യാം. കൺസിഡർ ആദ്യത്തേത്. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞ, അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലാണല്ലോ ചെയ്തത്. കൺസിഡർ sin 3x equal to 0. ഇതിപ്പോൾ ഏത് ഫോമില? sin x equal to 0 ഫോമിലല്ലേ? ദിസ് ഈസ് ഓഫ് sin x equal to 0. ശ്രദ്ധിക്കണം, x മാറി 3x എഴുതിക്കോണം. ഫൈനൽ ആൻസറിൽ x ന് പകരം 3x എഴുതിക്കോണം. sin x equal to 0 ഫോമിലാണ്, x മാറി 3x എഴുതണം, അത് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ സൊല്യൂഷൻ ഈസ് sin x equal to 0 യുടെ സൊല്യൂഷൻ നമുക്കറിയാം, x is equal to n pi. ശ്രദ്ധിക്കേണ്ട കാര്യം, x നെ മാറ്റി 3x ആക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ x നെ മാറ്റി 3x ആക്കുന്നു. 3x equal to n pi. n belongs to z ആണ്. നമുക്ക് x ന്റെ വാല്യൂ മതി. therefore x is equal to 3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാ, n pi by 3 വരും. n belongs to z. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടി. sin 3x equal to 0 എടുത്ത് ചെയ്തപ്പോൾ x is equal to n pi by 3 എന്ന് കിട്ടി. n belongs to z. ഒരെണ്ണം കിട്ടി. ഇതുപോലെ തന്നെ 2 cos 2x plus 1 എടുത്ത് ചെയ്യണം. അടുത്ത ഇക്വേഷൻ കൺസിഡർ 2 cos 2x plus 1 equal to 0. നമുക്ക് cos 2x cos x അല്ലേ cos 2x അത് മാത്രം ലെഫ്റ്റ് സൈഡിൽ വേണം, ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ആദ്യം പ്ലസ് 1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 2 cos 2x equal to -1 എന്ന് വരും. ഇനി 2 കൂടി അപ്പുറം കൊണ്ടുപോകാം. cos 2x equal to -1/2. ഇനി അകത്ത് കിടക്കുന്ന 2 ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കിടക്കണം. x 2x 3x എന്ത് വന്നാലും കുഴപ്പമില്ല, കോസിന്റെ അകത്ത് സൈനിന്റെ അകത്ത് അത് നമുക്ക് ഫൈനൽ ആൻസറിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് cos 2x equal to -1 വരും. ഈ കോസിന്റെ 1/2 വരുന്ന ആംഗിൾ cos π/3 ആണ് 1/2. cos 60 അല്ലേ 1/2. ഈ 1/2 ന് വരെ π/3 കൊടുക്കുന്നു, cos π/3 കൊടുക്കുന്നു. അപ്പോൾ cos 2x equal to minus cos 1/2 ന് വരെ cos π/3 കൊടുക്കും. കോസിന് വെളിയിൽ -1, കോസിന് വെളിയിൽ -1 നമുക്ക് അകത്തുള്ളതിന്റെ വെളിയിലേക്ക് ഇടാൻ പറ്റില്ല. കോസിന്റെ അകത്ത് മൈനസ് വന്നാൽ മൈനസ് ഇല്ലാതെ എഴുതുന്നത് കണ്ടോ, ഇങ്ങനെ നമ്മൾ പഠിച്ചല്ലേ. cos -x എന്ന് വെച്ചാൽ -cos x അല്ല, വെറും cos x. അപ്പോൾ വെളിയിൽ വന്നാൽ അകത്തേക്ക് ഇടാൻ പറ്റില്ല, കോസിന് മാത്രമേ ഇല്ല. അപ്പോൾ കോസിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, cos π - x ആണ്. നമ്മുടെ റിഡക്ഷൻ ഫോർമുല പഠിച്ചില്ലേ, π - x എന്ന് സെക്കൻഡ് ക്വാർട്ടറിലാണ്. π - x സെക്കൻഡ് ക്വാർട്ടറിലാണ്, അവിടെ സൈൻ ആ പോസിറ്റീവ്, കോസ് നെഗറ്റീവാ. അപ്പം നെഗറ്റീവ് cos x വന്നാൽ നമ്മളതിനെ cos π - x എന്ന് എഴുതും. കോസിന് മാത്രം നെഗറ്റീവ് വന്നാൽ അകത്തേക്ക് ഇടാൻ പറ്റില്ല. സൈനിനും ടാനിനും നമ്മൾ ചെയ്തു, നെഗറ്റീവ് വെളിയിലുണ്ടെങ്കിൽ അകത്തേക്ക് ഇടാം. പക്ഷെ കോസിന് അത് പറ്റത്തില്ല, കോസിന് വെളിയിൽ മൈനസ് ഉണ്ടെങ്കിൽ അകത്തേക്ക് ഇടാൻ പറ്റില്ല. അതിന് പകരം π - x എന്നാക്കണം. അപ്പം നമ്മളവിടെ ഇവിടെ മാറ്റേണ്ടത് cos 2x equal to -cos x ഫോമിലല്ലേ, -cos x ഫോമിൽ അതിനെ cos π - x എന്നാക്കണം. π - x ന് പകരം π/3 ഇങ്ങനെ മാറ്റണം. ഈ ഇക്വേഷൻ വെച്ചാണ് മാറ്റേണ്ടത്. ഇനി അവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 3 LCM എടുത്താൽ 3π - π വരും. 3π - π എന്ന് വെച്ചാൽ 2π ആണ്.
അപ്പൊ നമുക്ക് cos 2x equal to cos 2π/3 എന്ന് വന്നു. കണ്ടോ? ഇപ്പൊ ഇത് cos x equal to cos y ഫോം. cos x equal to cos y ഫോം ആണ്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. x മാറി 2x വന്നു, y മാറി 2π/3 വന്നു. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. സൊല്യൂഷൻ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് cos 2x ആണ് കിടക്കുന്നത്. നമുക്ക് x ഏ ഉള്ളൂ. അപ്പൊ x നെ മാറ്റി 2x ആക്കണം. ഇനി cos y യുടെ സ്ഥാനത്ത് കിടക്കുന്ന 2π/3 ആണ്. അപ്പൊ y യെ മാറ്റി 2π/3 ആക്കണം. സൊല്യൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. x ന് പകരം 2x എഴുതണം, y ക്ക് പകരം 2π/3 എഴുതണം. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ ഈസ് x is equal to 2nπ plus or minus y അല്ലേ. cos x equal to cos y യുടെ സൊല്യൂഷൻ, cos x equal to cos y യുടെ സൊല്യൂഷൻ ആണ്. x is equal to 2nπ plus or minus y. ശ്രദ്ധിക്കണം, x മാറി 2x ആക്കണം, y മാറി 2π/3 ആക്കണം. അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതണം. അപ്പൊ x ന് പകരം ദാറ്റ് ഈസ് x ന് പകരം 2x എഴുതുന്നു ഈക്വൽ ടു 2nπ plus or minus y ക്ക് പകരം 2π/3 എഴുതുന്നു. n belongs to z. ഇനി നമ്മുടെ x ന്റെ വാല്യൂ നമുക്ക് മതി. 2 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ x is equal to 2 അപ്പുറം 1/2 വരും. 1/2 into 2nπ plus or minus 2π/3. n belongs to z. ഇത് വേണേ ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെ വേണേ 1/2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അത് കുഴപ്പമില്ല, ഇവിടെ കൊണ്ട് നിർത്തിയാലും മതി. 1/2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2 വെട്ടിപ്പെട്ട് nπ വരും. ഇവിടെ 2 വെട്ടിപ്പെട്ട് π/3 വരും. nπ plus or minus π/3 എന്ന് വേണമെങ്കിൽ എഴുതാം, നിർബന്ധമൊന്നുമില്ല. ഇത്ര എഴുതിയാൽ മതി. അപ്പൊ രണ്ട് സെറ്റ് സൊല്യൂഷൻ കിട്ടി. ഒരെണ്ണം nπ/3 ഉം അടുത്തത് ഈ സെറ്റും. ഇത് രണ്ടും അതിന്റെ സൊല്യൂഷനാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. cos square x plus 3 sin x equal to 0. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഇവിടെ സമ്മായിട്ടാണ് കിടക്കുന്നത്, പ്രോഡക്റ്റ് ആക്കണം. പ്രോഡക്റ്റ് ആക്കാനായിട്ട് ഇപ്പൊ sin x നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന cos square x നെ മാത്രമാണ്. cos square x നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചാണ് cos square x equal to 1 minus sin square x. അത്രേ നമുക്ക് അറിയത്തുള്ളൂ. cos square x നെ മാറ്റേണ്ട 1 minus sin square x നെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഫുള്ള് സൈനിൽ വന്നത് നമുക്ക് തൽക്കാലം അങ്ങനെ കൊടുക്കാം. അപ്പൊ നമുക്ക് 2 into cos square x ന് പകരം ബ്രാക്കറ്റിൽ ഇടണേ 1 minus sin square x എഴുതി plus 3 sin x equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്യുക. 2 into 1 2 minus 2 into 2 sin square x വരും plus 3 sin x equal to 0 കിട്ടും. നമ്മൾ ഇപ്പൊ സൈൻ സ്ക്വയർ ഉണ്ട്, സൈൻ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. നമ്മൾ ആദ്യം ആ രീതി തന്നെ എഴുതാം. -2 sin square x. സ്ക്വയർ ആദ്യം എഴുതി, സ്ക്വയർ ഇല്ലാത്തത് രണ്ടാമത് എഴുതി, ഇതൊന്നും ഇല്ലാത്ത കോൺസ്റ്റന്റ് മൂന്നാമത് എഴുതി. 2 പ്ലസ് ആണ്. അപ്പൊ -2 sin square x plus 3 sin x plus 2. ഒരു നമ്പറിന് മുമ്പ് അതിന്റെ സൈൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇതിന്റെ സൈൻ അതിന് മുമ്പാ പ്ലസ്. മുമ്പ് ആദ്യം നമ്മൾ പ്ലസ് ഇടാറില്ല. ഇവിടെ ഈ നമ്പറിന്റെ സൈൻ അതിന് മുമ്പ് കൊടുക്കുന്ന മൈനസ് ആ, ഈ നമ്പറിന്റെ സൈൻ അതിന് മുമ്പ് കൊടുക്കുന്ന മൈനസ് പ്ലസ് ആ. ഒരു നമ്പറിന് മുമ്പാണ് അതിന്റെ സൈൻ വരുന്നത്. ഈക്വൽ ടു 0. ഇനി ഞാനൊരു കാര്യം ചെയ്യുവാണ്. സൈൻ എക്സിന് യു എന്ന് കൊടുത്തു. സൈൻ എക്സിന് യു എന്ന് കൊടുത്തു. കുട്ടി യു ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് -2 സൈൻ എക്സിന് യു എന്ന് കൊടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് യുവിന്റെ സ്ക്വയർ വരും പ്ലസ് 3 into സൈൻ എക്സിന് യു എന്ന് കൊടുത്തു പ്ലസ് 2 ഈക്വൽ ടു 0. ഇത് നോക്കിയേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പരിചയം തോന്നുന്നുണ്ട്? നിങ്ങൾ പഠിച്ചതാ ദ്വിമാന സമവാക്യം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ax square plus bx plus c equal to 0 ഫോമിലല്ലേ? ആ ഫോമിലാണ്. എക്സിന് പകരം യു ആണെന്നേ ഉള്ളൂ. യു എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൈൻ എക്സ് ആണ്. ഈ സൈൻ എക്സ് കിടന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് സൈൻ എക്സ് മാറ്റി യു എന്നാക്കിയത്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് യു സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ അറിയാം. -b plus or minus root of b square minus 4ac by 2 into a. എയുടെ വാല്യൂ യു സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ -2, ബിയുടെ വാല്യൂ യുവിന്റെ കോഎഫിഷ്യന്റ് ആയ 3, സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് 2. നമ്മളിവിടെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -b 3 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
3യുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -2 ആണ്, സി എന്ന് പറഞ്ഞാൽ 2 ആണ്, ബ്രാക്കറ്റിൽ ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -2. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആവുമേ. 4 ഇൻറ്റു 2 ഇൻറ്റു 2, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 ബൈ 2 ഇൻറ്റു -2 -4 അങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മായ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് യു ഈക്വൽ ടു എന്നല്ല കിട്ടിയത്. യു ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 പ്ലസ് 16 25 ബൈ -4. That is equal to -3 plus or minus root 25 അറിയാമല്ലോ. That is 5 by -4. That is u എന്ന് വെച്ചാൽ നമുക്കറിയാം u means sin x. ഇനി നമുക്ക് തിരിച്ച് sin x ലേക്ക് കൊണ്ടുവരാം. That is sin x equal to -3 plus or minus അല്ല രണ്ടാക്കാൻ പോണേ. -3 plus 5 by 4 വരും, -3 minus 5 by 4 വരും. sin x equal to -3 plus 5 by 4 വരും, -3 minus 5 by 4 വരും. അത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് sin x equal to -3 plus 5 എന്ന് പറഞ്ഞാൽ 2 by 4. അത് 2 by -4 ഇല്ലേ, രണ്ടും -4 ഉണ്ട് കേട്ടോ. -4 വിട്ടുപോയതാ. -4 ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ എല്ലായിടത്തും -4 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ -3 plus 5 എന്ന് പറഞ്ഞാൽ 2 വരും, 2 by -4. or sin x equal to -3 minus 5 രണ്ടും മൈനസ് ഒന്ന് കൂട്ടണം, -8 by -4. ദാറ്റ് ഈസ് sin x equal to ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1/2 വരും. 2 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 1 വരും, 1 വരും, ഇവിടെ 2 വരും, -1/2 വരും. ഓർ sin x equal to മൈനസും പോസിറ്റീവ് ആകും, മൈനസ് പോസിറ്റീവ് ആൻസർ 2 വരും, 2 വരും. ഇനി നോക്കാം, sin x ന് 2 വാല്യൂ കിട്ടി. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്തപ്പോൾ ഇത്ര കിട്ടി. sin x equal to -1/2 കിട്ടി, sin x equal to 2 കിട്ടി. ഈ sin x equal to 2 പോസിബിൾ ആണ്. sin x equal to നമ്മൾ sin x ന്റെ ഗ്രാഫ് എല്ലാം വരച്ച ഓർക്കുന്നുണ്ടോ? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ -1ഉം ഈ മാക്സിമം +1ഉം ആണ്. സൈനിന്റെ കോസിന്റെ മാക്സിമം വാല്യൂ +1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. അതിന്റെ ഇടയിലെ sin x ന് വാല്യൂ ഉള്ളൂ. ഒരിക്കലും വണ്ടി കൂടത്തുമില്ല, -1 കുറയത്തുമില്ല. സൈനിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു നോക്കല്ലോ. ഫസ്റ്റ് ക്വാർട്ടറിൽ 0 to 1 വരെ ചെയ്യും, പിന്നെ 1ൽ നിന്ന് 0യിലേക്ക് കുറയും, പിന്നെ 0യിൽ നിന്ന് -1ലേക്ക് കുറയും, പിന്നെ -1ൽ നിന്ന് 1ലേക്ക് കൂടും എന്നൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? sin x-ന്റെ cos x-ന്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കാണ് വരുന്നത്. -1 കുറയാനും പാടില്ല, 1 കൂടാനും പാടില്ല. അപ്പൊ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇതില്ല, ഇത് തെറ്റാണ്. sin x equal to 2 is not possible. Because sin x lies between -1 and +1. -1നും +1നും ഇടയ്ക്ക് മാത്രമേ sin x ന് വാല്യൂ ഉള്ളൂ, അതിന് വെളിയിലില്ല. ഇത് തെറ്റാണ്, ഇത് എടുക്കേണ്ട കാര്യമില്ല. only admitted value is sin x equal to -1/2. ഇത് മാത്രമേ നമുക്ക് സൊല്യൂഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ sin x equal to -1/2 ആയിട്ടുള്ളൂ. നമുക്ക് x ന്റെ സൊല്യൂഷൻ ആയിട്ട്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ ആണ്. പിന്നെ സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പടി സോൾവ് ചെയ്തപ്പോൾ sin x equal to -1/2 വരെ ആയിട്ടുള്ളൂ. ഇനി x നെ സോൾവ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുന്ന പോലെ ഇതുണ്ടോ, sin x equal to -1/2 അല്ലേ. -1/2 നമുക്കറിയാം, sin π/6 ആണ് 1/2. sin π/6 sin 30 ആണ്. അപ്പം -sin π/6 എന്ന് എഴുതി. സൈനിന്റെ വെളി മൈനസ് ഒന്ന് അകത്തേക്ക് ഇടാം. അപ്പോൾ ആ രീതി നമ്മൾ ഇനി മാറ്റാൻ പോവാം. ദാറ്റ് ഈസ് sin x equal to sin -π/6 ഇങ്ങനെ എഴുതി. sin x equal to sin -π/6. ഇത് sin x equal to sin y ഫോം ആണ്. y എന്ന് പറഞ്ഞാൽ -π/6. ഇപ്പൊ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഈസ് sin x equal to sin y യുടെ സൊല്യൂഷൻ നമുക്കറിയാലോ. x is equal to n/+ -1 raised to n into y. വാല്യൂ കൊടുക്കും. x is equal to n/+ -1 raised to n into y ക്ക് വരെ -π/6. വേണേ ഈ മൈനസ് നടുക്കിട്ട് എഴുതാം. n belongs to z. ഈ മൈനസ് നടുക്കോട്ടിട്ട് n/- -1 raised to n into π/6 എന്ന് വേണേ എഴുതാം. നമുക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചെയ്യണം. എക്സിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് കുറേ ഉണ്ട്, ചെയ്ത് പഠിക്കുക. ബുദ്ധിമുട്ടാണ് അറിയാം, എന്നാലും എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങളത് ശരിക്കും ചെയ്ത് പഠിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾ.
നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. കഴിവതും അത് ചെയ്ത് തന്നെ നോക്കുക. സംശയം ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.